ആധുനിക ഫ്രീസർ സംവിധാനമുള്ള പാലാ ജനറൽ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ ഇല്ലാതായിട്ട് 2 മാസം. ഇതോടെ പാലായിൽ മൃതദേഹ പരിശോധന നടത്താനുള്ള സൗകര്യം നിലച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് ഇവിടെയുണ്ടായിരുന്ന ഫോറൻസിക് സർജനെ ഇടുക്കിയിലേക്ക് മാറ്റിയത്. നിലവിൽ മൃതദേഹ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരുന്നത് സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെലവേറിയതാണ്. 7 വർഷം മുമ്പാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മോർച്ചറി പ്രവർത്തനം ആരംഭിച്ചത്. 8 മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യമുള്ള ഫ്രീസർ സംവിധാനവും സജ്ജമാക്കിയിരുന്നു. അപകടങ്ങളും മറ്റിതര മരണങ്ങളും ഉണ്ടാകുമ്പോൾ പാലായിൽ തന്നെ മൃതദേഹം പരിശോധിച്ച് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. കൂടുതൽ പരിശോധന വേണ്ട മരണങ്ങളിൽ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചാണ് പരിശോധിച്ചിരുന്നത്. എന്നാൽ നിലവിൽ എല്ലാ തരത്തിലുമുള്ള മരണങ്ങളിലും മൃതദേഹ പരിശോധനയ്ക്ക് കോട്ടയത്ത് പോകേണ്ട സാഹചര്യമാണുള്ളത്. ഫോറൻസിക് സർജനെ വീണ്ടും നിയമിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരുന്ന സാഹചര്യം വലിയ സാമ്പത്തിക നഷ്ടവും ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇടുക്കി ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ലഭ്യമെന്നിരിക്കെ പാലായിൽ നിന്നുള്ള ഡോക്ടറെ തിരികെ നിയമിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ ഒരാശുപത്രിയിലും നിലവിൽ പോസ്റ്റ്മോർട്ടം സൗകര്യം ലഭ്യമല്ല. ന്യൂസ് ബ്യൂറോ, പാലാ.